AmazFit POP 2 ഇതാണ് അതിൻ്റെ പെട്ടി. ഈ ഒരു വാച്ചിൻ്റെ പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വാച്ച് വരും, ചാർജിങ് കേബിൾ വരും, പേപ്പർ വർക്ക് വരും, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫിസിക്കലി വാച്ചിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റൽ ബോഡിയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. അതുകൊണ്ട് കയ്യിൽ കെട്ടുന്ന സമയത്ത് കുറച്ച് പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ 1.78 ഇഞ്ചിൻ്റെ ഒരു HD AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കിടിലായിട്ടിരിക്കും. ഇതിൻ്റെ അകത്ത് 150 വാച്ച് ഫേസസ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, റേസ് ടു വേക്ക് ഫീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ 100 സ്പോർട്സ് മോഡുകളുണ്ട്. 10 ദിവസമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുന്നത്. ഒരു 2 ദിവസമൊക്കെ മാക്സിമം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ IP68 റെസിസ്റ്റൻറ്റ്, വാട്ടർ റെസിസ്റ്റൻറ്റും കൂടിയാണ് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്തോ മഴയത്തൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരില്ല. ഇനി UI കാര്യം നോക്കിക്കഴിഞ്ഞാൽ UI കുറച്ച് നല്ല രസമുള്ള UI ആണ്. അത് ഭയങ്കര ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ചാർജിങ് ആനിമേഷൻ ആവട്ടെ, നമ്മൾ ഓരോ മോഡുകൾ സെലക്ട് ചെയ്യുന്ന ആനിമേഷൻ ആവട്ടെ, എല്ലാം അടിപൊളിയാണ്. കാണാൻ നല്ല അടിപൊളി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും റെസ്പോൺസ് ഭയങ്കര കുറവാണ്. ടച്ച് റെസ്പോൺസ് നല്ല കുറവാണ്. അതുപോലെ തന്നെ ഓരോ മോഡിലേക്ക് പോകുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്, ചെറിയൊരു ക്രഞ്ചി ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ബ്ലഡ് ഓക്സിജൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരുന്ന കോളുകൾ മൊത്തം നിങ്ങൾക്ക് വാച്ച് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഫീച്ചറും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് വോയിസ് അസിസ്റ്റൻ്റ് ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺടാക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, വെതർ കിട്ടുന്നുണ്ട്, നമ്മുടെ വർക്ക്ഔട്ട് റെക്കോർഡുകൾ കിട്ടും. അതുപോലെ തന്നെ ഫീമെയിൽ ഹെൽത്ത്, അതായത് മെൻസ്ട്രൽ സൈക്കിൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സെപ്പ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് വരും. ആപ്ലിക്കേഷൻ കുറച്ച് നല്ല മെനയുള്ള ഒരു ആപ്പാണ്. കുറച്ച് മിനിമൽ ആയിട്ടാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വാച്ച് ഫേസ് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്ലീപ്പ് മോണിറ്റർ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. കാലറീസ് എത്രയുണ്ടെന്ന് നിങ്ങളുടെ വാച്ച് ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എടുക്കാനായിട്ട് പറ്റും. 3999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് ഇത് വെർത്താണോ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ലുക്ക് വൈസ് അല്ലെങ്കിൽ ഫീൽ വൈസ് അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ കെട്ടുന്ന സമയത്ത് ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. ഇതൊരു മെറ്റൽ ബിൽഡ് ആയതുകൊണ്ട് തന്നെ എന്തോ നമ്മുടെ കയ്യിൽ കെട്ടപ്പോൾ ഇത് നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് തോന്നിക്കും. പിന്നീട് ഇതിൻ്റെ വാച്ച് ഫേസും ഇതൊരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല എറിച്ച് നിൽപ്പുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ലതുപോലെ എറിച്ച് നിൽക്കും, നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് നല്ല കുറവാണ്. അപ്പോൾ അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാച്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുകൊടുക്കുന്നതായിരിക്കും. ബൈ.